കാണുന്നതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന S24 അൾട്രാൻ്റെ ഇമേജസും കാര്യങ്ങളും. അപ്പം ഈ ഒരു ഫോട്ടോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിനലായുള്ള S24 അൾട്രാൻ്റെ മോഡൽസും കാര്യങ്ങളുമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇങ്ങനെ സ്മാർട്ട് ഫോണും കാര്യങ്ങളും ലോഞ്ച് ചെയ്യേണ്ട ഏകദേശം ടൈം ആവുന്ന സമയത്ത് ഇതുപോലെ ഡമ്മി യൂണിറ്റും കാര്യങ്ങളും പുറത്തിറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു S24 അൾട്രാൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് അങ്ങനെയല്ല. ഈ ഒരു ഇമേജ് കാണുന്ന മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിനൽ മോഡലാണ്. സോ അത് തെളിയിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഡമ്മി യൂണിറ്റിൽ നമുക്ക് ഒരേ മൊഡ്യൂളും കാര്യങ്ങളായിരിക്കും. അതായത് അതിൻ്റെ ലെൻസും കാര്യങ്ങളും സെയിം ആയിട്ട് ഒരു വട്ടമായിരിക്കും കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇതിൽ എല്ലാ ലെൻസും സെപ്പറേറ്റ് ആണ്. അതായത് സിമിലർ ആയിട്ടുള്ള ഒരു ലെൻസും കാര്യങ്ങളല്ല, ഒറിജിനൽ സ്മാർട്ട് ഫോണിൻ്റെ ലെൻസും കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡമ്മി യൂണിറ്റിൽ അവരങ്ങനെ ഒരേപോലെ ആക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ചീപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാനും എളുപ്പമാണ്. ചീപ്പായിട്ടുള്ള രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഇമേജ് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമ്മുടെ മെയിൻ ലെൻസിനെക്കാളും കുറച്ചുകൂടെ സ്മോളർ ആയിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആ ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനും നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരു പെരിസ്കോപ്പ് ലെൻസിന്റെ മൊഡ്യൂൾ പോലുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലീക്കും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് ഒരു റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു S24 അൾട്രാ സീരീസിൽ നമുക്കൊരു ഗ്രേ കളർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കളറും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ലീക്ക് ആയിരിക്കുന്ന ഡിസൈനിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേ കളറാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ലീക്ക് ആയിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളും തന്നെയാണ് ഈ S24 അൾട്രാൻ്റെ ഡിസൈനും കാര്യങ്ങളെന്ന് പറയാനുള്ള അടുത്ത തെളിവെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സാംസങ്ങിൻ്റെ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി ഡമ്മി യൂണിറ്റിൽ നമുക്ക് ഇതുപോലത്തുള്ള അല്ലെങ്കിൽ എന്താ പറയുക ആക്ച്വലി ഈ ഒരു രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് LED ലൈറ്റും കാര്യങ്ങളും പിന്നെ ജസ്റ്റ് ഒരു വാൾപേപ്പറും കാര്യങ്ങളായിരിക്കും കാണാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയില്ല. ജസ്റ്റ് ആ ഒരു സ്ക്രീൻ എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൺ ആയിട്ടിരിക്കും. ബട്ട് നമുക്ക് ലോക്ക് സ്ക്രീനിൽ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു ഡമ്മി യൂണിറ്റിലും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടൈമും അതുപോലെ തന്നെ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു മോഡൽ പവർ അപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു മോഡൽ വർക്കിംഗ് ആയുള്ള മോഡലാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു S24 അൾട്രാൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഡിസൈനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞായിരുന്നു ഈ ഒരു S24 അൾട്രാ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്ന്. ഈ ഒരു ഇമേജ് നമുക്കത് തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അതായത് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഫ്ലാറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. സാംസങ് നമ്മുടെ S21 സീരീസ് ലോഞ്ച് ചെയ്ത സമയത്ത് തൊട്ട് ഈ ഒരു കർവ് ഡിസ്പ്ലേ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. S21 അൾട്രയും അതുപോലെ S22 അൾട്രയും വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ കർവ് സൈസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയുടെ കർവ് സൈസ് കുറച്ചും കൂടെ ചെറുതായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു S23 നോക്കുന്ന സമയത്ത് S22 അൾട്രേനെക്കാളും കുറച്ചും കൂടെ ആ ഒരു കർവിൻ്റെ സൈസും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു S24 വരുന്ന സമയത്ത് നമുക്ക് ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു S24 അൾട്ര എന്ന് പറയുന്ന മോഡൽ ഏകദേശം നമ്മുടെ ആ ഒരു ബേസ് മോഡലായുള്ള S23 എന്ന് പറയുന്ന ആ ബേസ് മോഡലിൻ്റെ സിമിലർ ആയിട്ടുള്ള ഫ്രെയിമിംഗ് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളും അതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. S23 എന്ന് പറയുന്നത് കുറച്ചുകൂടെ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും S24 അൾട്ര വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും വരുന്നത്. അതുപോലെ എനിക്കുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ ചേഞ്ചസും കാര്യങ്ങളും വരുന്ന സമയത്ത് ഈ ഒരു S24 അൾട്ര എന്ന് പറയുന്ന മോഡൽ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ S23 അൾട്ര നോക്കുകയാണെങ്കിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ്, പക്ഷേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു S24 അൾട്രയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളും ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ആ ഒരു എഡ്ജസും കാര്യങ്ങളും കർവ്ഡ് ആയിട്ടായിരിക്കില്ല വരുന്നത്. ഫ്ലാറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ കുറച്ചും കൂടെ വെയിറ്റും നമുക്ക് ഈ ഒരു മോഡൽ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ എനിക്കുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു മോഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലും കുറേ അധികം ചേഞ്ചസും കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു തിക്നെസ് കാര്യങ്ങൾ ബസലിൻ്റെ തിക്നെസ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ S23 അൾട്ര നോക്കുന്ന സമയത്ത് അതിന് കുറച്ച് തിക്നെസ് ഉണ്ട്, പക്ഷേ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ അത്ര നോട്ടീസ് ചെയ്യില്ല. അതായത് ബസൽലെസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരെ ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയല്ല, ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഇമേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഈ S24 ലൈനപ്പിനുള്ള മോഡൽസിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗ്ലാസിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓൾമോസ്റ്റ് ബസൽലെസ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എങ്കിലും നമുക്ക് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീക്സും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു iPhone 15 Pro Maxും അതുപോലെ S24 അൾട്രേൻ്റെയും പിന്നെ Xiaomi 14 Proൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ബസൽലെസ് സൈസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഇതിൽ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തിക്കായിട്ട് നിൽക്കുന്ന ബസൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു S24 അൾട്രയാണ്. അതുപോലെ 2024 വരാവുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളിൽ വെച്ച് നോക്കുന്ന
സമയത്ത് ഏറ്റവും കൂടുതൽ AI പ്രോസസ്ഡ് ആയുള്ള അല്ലെങ്കിൽ AI ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു S24 Ultra എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. കാരണം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3 ചിപ്സെറ്റും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു മാസീവായുള്ള പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ബാക്കി മോഡൽസ് ഉണ്ടല്ലോ, അതായത് S24 എന്ന് പറയുന്ന ഒരു ബേസ് മോഡൽ, അതുപോലെ 4+ എന്ന് പറയുന്ന അങ്ങനത്തെ മോഡൽസൊക്കെ അവരുടെ പഴയ എക്സിനോസ് ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്നുള്ളതും ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാലും ഈ ഒരു അൾട്രാ മോഡലിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഈ ഒരു മോഡലിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തിനാലും ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലായിട്ടുള്ള ഒരു ചിപ്സെറ്റ് കാര്യങ്ങളാണ്. ഇപ്പോൾ iQOO 12 എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പല വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചിപ്സെറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു AI പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ച് തന്നെയാണ്. കാരണം വെച്ചാൽ കുറേ കാര്യങ്ങൾ ഈ ഒരു ചിപ്സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ചിപ്സെറ്റിന് സിമ്പിളായിട്ട് നമ്മുടെ ലാർജ് ലാംഗ്വേജും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അതുപോലെ ജനറേറ്റീവ് AI കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ഒരു കേപ്പബിലിറ്റിയും കാര്യങ്ങളും ഈ ഒരു ചിപ്സെറ്റിന് വരുന്നുണ്ട്. ഇതിനൊക്കെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ChatGPT, അതുപോലെ നമ്മുടെ ഗൂഗിളിൻ്റെ ബ്രാഡ് എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ മിഡ്ജേർണി, അതുപോലെ സ്റ്റേബിൾ ഡിഫ്യൂഷൻ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങളാണ് ഈ ഒരു 8 Gen 3 എന്ന് പറയുന്നത്. ഈ ഒരു ലാർജ് ലാംഗ്വേജും കാര്യങ്ങളും ഈ ഒരു ചിപ്സെറ്റിന് ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അതായത് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് കാര്യങ്ങളാണ് ഈ ഒരു 8 Gen 3 എന്ന് പറയുന്നത്. സാംസങ് തന്നെ ഈ ഒരു S24 Ultraനെ AI ഫോൺ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അവർ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ AI യൂസ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, പവേർഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളായിരിക്കും ഈ ഒരു S24 Ultra എന്ന് പറയുന്ന മോഡൽ. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസൈൻ അതുപോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.